ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ, നവംബർ 15 ഈ സംഭവം നടക്കുന്നത് 2013 നവംബർ 15 കണ്ണൂർ ജില്ലയിലുള്ള വിളക്കന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പുരോഹിതൻ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ തിരുമുഖം, ക്രൂശിതനായ ഈശോയുടെ തിരുമുഖം, ദ സോറോഫുൾ ഫേസ് ഓഫ് ജീസസ്, പീഡിതനായ, ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന ഈശോയുടെ തിരുമുഖം, ആ തിരുമുഖം ഇങ്ങനെ തെളിഞ്ഞു വന്നു. തെളിഞ്ഞു വന്ന തിരുമുഖത്തിന്റെ ആ ദിവ്യകാരുണ്യ അടയാളം 12 വർഷങ്ങള് തിരുസഭ പഠിച്ചു. എന്നിട്ട് 2025 മെയ് മാസം 31 ലിയോ 14 മാർപ്പാപ്പ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെ, ഇതിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു, അംഗീകരിച്ചു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. തിരുസഭ അത് അംഗീകരിച്ചത് 12 വർഷത്തെ പഠനങ്ങൾക്ക്, 11 വർഷത്തെ പഠനങ്ങൾക്ക് ശേഷമാണ്. 2013 നവംബർ 15 നടന്ന അത്ഭുതത്തെ 2025 മെയ് 31 പ്രഖ്യാപിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു തിരുവോസ്തി 1 മാസം സൂക്ഷിച്ചാൽ ആ തിരുവോസ്തി നോർമലായിട്ട് അതിന്റെ ബാഹ്യരൂപത്തിന് വ്യത്യാസമില്ലാത്തത് കൊണ്ട്, ആന്തരികമായി അത് ക്രിസ്തുവിന്റെ ശരീരമാണെങ്കിലും ബാഹ്യമായി അത് ഓസ്തിയാണ്, ഒരു അപ്പമായി തന്നെ തുടരുന്നത് കൊണ്ട് ആ അപ്പത്തിന് മാറ്റം സംഭവിക്കും. അതൊരു ഭക്ഷണ പദാർത്ഥമാണല്ലോ. പക്ഷേ ഈ 12 വർഷമായിട്ട് ഈ തിരുവോസ്തിക്ക് ഒരു മാറ്റവും, അതിന്റെ രുചിക്ക് പോലും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നത് തന്നെ അത്ഭുതമാണ്. അതിൽ വെറുതെ നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വെറുതെ നോക്കിയാൽ ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ തിരുമുഖം നമുക്ക് കാണാം. നമുക്ക് ഫോട്ടോ എടുക്കാം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം.